മാസ്റ്റുർബേഷൻ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു ഹെൽത്തി വേ ആണ് നമ്മുടെ ബോഡി എക്സ്പ്ലോർ ചെയ്യാനും സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനും. അതുപോലെ തന്നെ അതിന് ഒരുപാട് മെന്റൽ ആൻഡ് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന എന്താന്ന് വെച്ചാൽ സെക്ഷൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്ലീപ്പിനെ ഇംപ്രൂവ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ മൂഡ് നല്ല ഗുഡ് മൂഡായിട്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഈ മാസ്റ്റുർബേഷനിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. ഈ മാസ്റ്റുർബേഷന് വല്ല സൈഡ് ഇഫക്ട്സും ഉണ്ടോ എന്ന് പലരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ സയന്റിഫിക്കലി ഇതുവരെ ഒരു സ്റ്റഡീസും പറഞ്ഞിട്ടില്ല മാസ്റ്റുർബേഷൻ ചെയ്യുന്നതിലൂടെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അധികമായാൽ അമൃതം വിഷം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ നമ്മളൊരു മെഡിക്കൽ ഹെൽത്ത് പ്രൊവൈഡറിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കുറച്ച് മിത്സിനെ പറ്റി പറയാം. ഈ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പൊ മെന്നിന്റെ കേസിലാണെങ്കിൽ സ്പേം കൗണ്ട് കുറഞ്ഞു പോകുന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വസ്തുത എന്താന്ന് വെച്ചാൽ ഈ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നതിലൂടെ അങ്ങനെ സ്പേം ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കുറഞ്ഞൊന്നും പോകുന്നില്ല. അൺടിൽ ആൻഡ് അൺലെസ് അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉള്ള ആൾക്ക് അങ്ങനെ കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എക്സസീവ് ആയിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന ഒരാള് എക്സസീവ് ഇജാക്കുലേഷനിലൂടെ സ്പേം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരുന്നതായിട്ട് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. നെക്സ്റ്റ് ഒരു കോമൺ മിത്താണ് കിഡ്നീസിനെ ഈ മാസ്റ്റുർബേഷൻ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതായത് സ്വയംഭോഗം കൊണ്ട് കിഡ്നീസിന്റെ ഫംഗ്ഷനിൽ വല്ല പ്രശ്നവും വരുമെന്നുള്ളത്. പക്ഷെ അതൊരു മിഥ്യാധാരണയാണ്. ഇപ്പൊ സെമൻ എന്ന് പറഞ്ഞ ആ ഫ്ലൂയിഡില് കുറച്ച് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്രോട്ടീൻ ലോസിലൂടെ കിഡ്നീനെ ഒരു രീതിയിലും അത് ബാധിക്കുന്നില്ല. നെക്സ്റ്റ് ഒരു കോമൺ മിത്താണ് ഡെയിലി മാസ്റ്റുർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് ഇതുവരെ ഒരു യൂണിവേഴ്സൽ ആൻസർ അതിന് കണ്ടുവന്നിട്ടില്ല. കാരണം പേഴ്സൺ ടു പേഴ്സൺ അതിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ചിലർക്ക് മാസ്റ്റുർബേറ്റ് ചെയ്യുന്നതിലൂടെ ഡെയിലി ലൈഫിൽ ഒരു മാറ്റങ്ങളോ കോട്ടോ തട്ടുന്നില്ല. പക്ഷെ ചിലർക്ക് മാസ്റ്റുർബേറ്റ് ഓവർ ആയി കഴിയുമ്പോൾ ഒത്തിരി ഹെൽത്ത് ഇമ്പാക്ട്സും ഒത്തിരി മൂഡില് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ പണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ 10 കൽപ്പനകൾ പഠിപ്പിക്കുന്ന സമയത്ത് അതിലൊരു കൽപ്പനയിൽ പറയുന്നതാണ് സ്വയംഭോഗം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഖുറാനിലും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നത് മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് പല റിലീജിയസ് ബിലീഫ്സിലും ഉണ്ട്. പക്ഷെ സയന്റിഫിക്കലി മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റഡീസിലും ഇന്നേ വരെ ടിൽ ഡേറ്റ് മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അതിൽ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായിട്ടല്ലാതെ ഹെൽത്തിനെ ഒരു രീതിയിലും ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് എക്സസീവ് ആവാതെ ശ്രദ്ധിക്കുക. എക്സസീവ് ആയി കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കണ്ട് അതിന് തക്കതായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.